ശ്രീമന്നാരായണീയം 64 ദശകം. ഭഗവാന്റെ വരുണലോകയാത്ര, ഗോപന്മാരുടെ വൈകുണ്ഠ ദർശനം എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്വാമഭിമത്യ വിശ്വേ നന്ദം ഭവജാതകമന്വപൃച്ഛൻ. പൂതന നിഗ്രഹം മുതൽ ഗോവർദ്ധനോദ്ധാരണം വരെയുള്ള ശ്രീകൃഷ്ണൻ്റെ അത്ഭുത പ്രഭാവങ്ങൾ കണ്ടറിഞ്ഞ ഗോപജനങ്ങളെല്ലാം ശ്രീകൃഷ്ണൻ സർവേശ്വരനായ വിഷ്ണുവാണെന്ന് അനുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ജാതകത്തെക്കുറിച്ച് പിതാവായ നന്ദഗോപനോട് അന്വേഷിക്കുകയും ചെയ്തു. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധികസ്തയ്യനുരാഗയേഷ ഐതിഷ്ഠതാവൽ ബഹുമാനഭാര. പണ്ട് ജാതകർമ്മം നടത്തിയ ഗർഗ മഹർഷി പറഞ്ഞതായ അങ്ങയുടെ അസാമാന്യ പ്രഭാവത്തെക്കുറിച്ച് നന്ദൻ സ്വവർഗക്കാരായ ഗോപന്മാരോട് പറഞ്ഞു. അപ്പോൾ മുതൽ അവർക്ക് അങ്ങയോട് അത്യധികം സ്നേഹവും ബഹുമാനവും ഉണ്ടായി. തതോപമാനോദിത തത്വബോധ സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസ നഷ്ടഗർവ സ്പൃഷ്ടാപദാബ്ജം മണിമൗലിനാഥേ. അനന്തരം തൻ്റെ പ്രതികാരോദ്യമത്തിൽ അപമാനിതനായ ഇന്ദ്രൻ തത്വബോധം കൈവന്ന് ദുരഹങ്കാരം നഷ്ടമായപ്പോൾ കാമധേനുവിനോടുകൂടി അങ്ങയുടെ അരികിലേക്ക് വരികയും രത്നപ്രഭയുള്ള ശിരസ് അങ്ങയുടെ ചരണാഭുജങ്ങളിൽ സ്പർശിക്കുമാറ് നമസ്കരിച്ച് സ്തുതിക്കുകയും ചെയ്തു. സ്നേഹസ്നുതൈസ്താം സുരഭിപ്പയോഭിർ ഗോവിന്ദനാമാങ്കിതമഭ്യഷിഞ്ചൽ ഐരാവതോപാകൃത ദിവ്യഗംഗ പാദോഭിരിന്ദ്രോപി ച ജാതഹർഷ. സ്നേഹാർദ്രതയാൽ പാൽ ചുരത്തിക്കൊണ്ട് കാമധേനു അങ്ങയെ ഗോക്കളുടെ ഇന്ദ്രൻ എന്നർത്ഥം വരുന്ന ഗോവിന്ദനാമത്താൽ അഭിഷേകം ചെയ്തു. ഹർഷഭരിതനായ ഇന്ദ്രൻ ഐരാവതം തുമ്പിക്കരത്താൽ വഹിച്ചു കൊണ്ടുവന്ന പരിശുദ്ധമായ ഗംഗാജലത്താൽ അങ്ങയെ വീണ്ടും അഭിഷിക്തനാക്കി. ജഗത്രയേശേ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാട നാഗേപി വൈകുണ്ഠപദേഭ്യലഭ്യ ശ്രിയം പ്രപേദേ ഭവത പ്രഭാവാൽ. ത്രിലോകങ്ങളുടെയും നാഥനായ അങ്ങ് ഗോകുലനാഥനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ സ്വർഗത്തിലും വൈകുണ്ഠത്തിലും ലഭിക്കാത്തതായ ഐശ്വര്യ സമൃദ്ധി അങ്ങയുടെ മഹാത്മ്യം മൂലം ഗോകുലത്തിന് ലഭിച്ചു. കഥാചിതന്തര്യമുന പ്രഭാതേ സ്നായൻ പിതാവാരുണപുരുഷേണ നീതസ്തമാനേതു മകാപുരീന്ത്വം താമാരുണീം കാരണമർത്യരൂപ. ഒരു ദിവസം പ്രഭാതത്തിൽ യമുന ജലത്തിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന അങ്ങയുടെ പിതാവിനെ ഒരു വരുണഭൃത്യൻ കട്ടുകൊണ്ടുപോയി. വിശ്വകല്യാണാർത്ഥം മർത്യരൂപമെടുത്ത അങ്ങ് പിതാവിനെ തിരികെ കൊണ്ടുവരാൻ വരുണലോകത്തിലേക്ക് പോയി. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യ താതം ഉപാഗതസ്ഥൽ ക്ഷണമാത്മഗേഹം പിതാവദത്തച്ച ചരിതം നിജേഭ്യ. ജലാധിപനായ വരുണനാൽ സസംഭ്രമം സ്വീകരിച്ച് പൂജിക്കപ്പെട്ട അങ്ങ് പിതാവിനെയും കൊണ്ട് സ്വഗൃഹത്തിലേക്ക് തന്നെ മടങ്ങി. പിതാവാകട്ടെ ആ കഥ മുഴുവനും മറ്റു ഗോപന്മാരോട്
പറഞ്ഞു. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവൽപദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണു പരമം പദം തത് ദുരാമനൈസ്ത് മതീദൃശസ്താൻ. അങ്ങ് യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവാണെന്ന് നിശ്ചയിച്ച ഗോപന്മാർ അങ്ങയുടെ പരമപദമായ വൈകുണ്ഠലോകം ദർശിക്കാൻ ആഗ്രഹമുള്ളവരായി തീർന്നു. ഹേ വിഷ്ണു, അന്യർക്ക് ചെന്നെത്താൻ പ്രയാസമുള്ള ഉത്കൃഷ്ട സ്ഥാനത്തെ അങ്ങ് അവർക്ക് വെളിപ്പെടുത്തി. സ്ഫുരൽ പരാനന്തരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോധൗ ചിരം നിമഗ്ന ഖലു ഗോപസംഘ സ്ത്വയ്യൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. വൈകുണ്ഠ ദർശനത്താൽ ഗോപന്മാരെല്ലാം ഉജ്ജ്വലമായ പരമാനന്ദ രസപ്രവാഹത്തോടു കൂടിയ സായുജ്യത്തിൻ്റെ ആ മഹാസമുദ്രത്തിൽ വളരെ നേരം നിമഗ്ധരായി ഭവിച്ചു. അനന്തരം അങ്ങ് തന്നെ അവരെ അതിൽ നിന്നും കരകയറ്റി. കരപതരതവേ ദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീത്വം ഹി സാക്ഷാൽ പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമയേഭ്യ. അല്ലയോ ഭഗവാനെ, അപരന്മാർക്ക് അപ്രാപ്യമായ വൈകുണ്ഠലോകത്തെ അങ്ങ് ഭക്തരായവർക്ക് സുവ്യക്തമായി ദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗോപരൂപം ധരിച്ചിരിക്കുന്ന അങ്ങ് സാക്ഷാത്കരിക്കപ്പെട്ട പരബ്രഹ്മമൂർത്തിയാണല്ലോ. ഗുരുവായൂരിൽ വസിക്കുന്ന ഹേ ഭഗവാനെ, എന്നെ രോഗങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.